ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാത്തതിൻ്റെ ഒരുപാട് കേട് ചെടിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെടികളൊക്കെ കുറേയൊക്കെ ഒന്ന് വാടിപ്പോയായിരുന്നു. അപ്പോൾ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടനൊന്ന് വീട്ടിലുണ്ടായിരുന്നു. ചേട്ടന് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്കൊരു ഹെൽപ്പും കൂടെ ആയിരുന്നു കേട്ടോ. 2 ദിവസത്തെ യാത്രയും കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജോലി ചെയ്യാനൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു ആയിപ്പോയി. അപ്പോൾ ചേട്ടൻ്റെ സഹായത്തോടെ ആയിരുന്നു കേട്ടോ കുറേ ജോലിയൊക്കെ ചെയ്തതും. പിന്നെ അമ്മയുണ്ട്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീട്ടിൽ അമ്മയുണ്ട്. അമ്മേന് ഓട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ അമ്മ ഇവിടെ കാണും. പിന്നെ ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും അമ്മ നിൽക്കുന്നിടത്ത് പോവും, അമ്മച്ചിയൊക്കെ കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു വരും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ ചെടികൾ, നമ്മുടെ പീനട്ടിൻ്റെ ഒരു ചെടിയുണ്ട്, നിറയെ പൂക്കും, പക്ഷേ ഒരു ഫലവും ഉണ്ടാകാറില്ല. എനിക്കതിൻ്റെ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇനി എപ്പോഴെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികളും ഞാൻ വീട്ടിൽ നിന്ന് കുറേ ചെടികൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചീര എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെടികളായിരുന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറേ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് വൈകുന്നേരം വേണം അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഓസ് വെച്ചിട്ട് വെള്ളം പിടിച്ച് ഒന്ന് അടിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ചെടിക്കൊക്കെ നന്നായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീളമില്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചു കേട്ടോ. അങ്ങനെയും ഒഴിക്കാൻ പറ്റുമല്ലോ. ആ സമയത്തിന് ഞാൻ അത് സാമ്പാറിനൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടാണ് ബാക്കി ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ദോശയും സാമ്പാറും ആയിരുന്നു. ആ സമയത്ത് തന്നെ വീട്ടിലോട്ടൊക്കെ ഒന്ന് ഫോൺ വിളിച്ചു. എബിയെ കണ്ടു കേട്ടോ. അവന് തലമുടിയൊക്കെ വെട്ടി കൊടുത്തു അച്ഛന്. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മിലു ഉറക്കം എഴുന്നേറ്റ് വന്നു. മിലു എബിയുടെ കൈ ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് കാണുമ്പോൾ സങ്കടം വരെ. എനിക്കൊന്ന് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. മിക്കുവാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കയ്യിലൊന്നും വരത്തൊന്നുമില്ല കേട്ടോ. അവനൊരു 6-7 മാസം വരെയൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും വരുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ ഒന്നും കയ്യിലൊന്നും വരത്തേ ഇല്ല. അതുപോലെ തന്നെയാണോ ഒന്നും അറിയാനും പാടില്ല. എന്തായാലും അവൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ എല്ലാവരുടെ അടുത്തും അവൾ ഇണങ്ങുന്ന ഒരാളാണ് കേട്ടോ. വലിയ കരച്ചിലോ നിർബന്ധമോ വാശിയോ ഒന്നും തന്നെ അവൾക്കില്ല. അവൾ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു മോളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അരി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഉഴുന്നും റേഷനരിയും പച്ചരിയൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് നിന്നു. ആ സമയത്തിന് ചേട്ടൻ മുകളിലത്തെ നമ്മൾ ഓസ് വഴി മുകളിലും വെള്ളം നിറയ്ക്കും. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ മുകളിൽ കയറിയ സമയത്ത് നമ്മുടെ തെങ്ങിൽ നിന്ന് തന്നെ ഒരു കരിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളവും കരിക്കുമൊക്കെ ആയിട്ട് ഞാൻ കുടിക്കാനായിട്ട് നിന്നു. അപ്പോൾ ചേട്ടൻ തന്നെ എടുത്ത് വെച്ച് തന്നു കേട്ടോ. ഞാൻ ഉഴുന്നൊക്കെ കഴുകി കൊണ്ട് നിന്നത് കൊണ്ട് തന്നെ ചേട്ടൻ തന്നെയാണ് എനിക്ക് അതൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നത്. അതായത് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ചേട്ടൻ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അടുക്കളയിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിന്നു. കാരണം അത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോഴപ്പോഴായിട്ട് ഫോൺ എടുത്ത് ഓൺ ചെയ്യാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ മീനില്ലാത്തതുകൊണ്ട് തന്നെ ചേട്ടൻ ചിക്കനാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത്. ചേട്ടൻ ചിക്കനൊക്കെ കഴുകി തന്നു. ഞാൻ കറി വെച്ചു. ഒരു മോര് വെള്ളം ആക്കി തന്നു കേട്ടോ. ചേട്ടന് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നപ്പോൾ മോര് വെള്ളമാക്കി തന്നു. അത് കുടിച്ചിരുന്ന സമയത്ത് തന്നെ സ്നേഹയും സുജിത്തും ആദും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറേ നേരം വരെ സംസാരിച്ചിരുന്നതിന് ശേഷം അവർ പോയിട്ടാണ് ബാക്കി ചിക്കൻ്റെ കറിയും ഒക്കെ വെച്ചത് കേട്ടോ. അപ്പം അവർ 2-3 അടുത്തൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ കറി ചിക്കൻ കറിയും സാമ്പാറും അവിയലും പച്ചടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതും ഒക്കെ വെച്ചിട്ട് ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് എപ്പോഴും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ ചില സമയത്ത് ഞാനും ജോലിക്ക് പോവുകയില്ല, എനിക്കും പറ്റാറില്ല. പിന്നെ തനിമയുടെ ജോലിക്ക് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ. അപ്പോൾ ചേട്ടന് ആദ്യമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ഞാൻ തനിയെ എടുത്തിട്ടാണ് പിന്നെ പെട്ടെന്ന് ചേട്ടൻ്റെ വശത്തോട് തിരിച്ചപ്പോഴും ചേട്ടൻ കണ്ടത് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ എണ്ണയൊക്കെ ഒന്ന് തേക്കെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കാറ്റുണ്ട്. കാറ്റെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ കഥ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്തുമാത്രം കാറ്റാണെന്ന്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോയാൽ നമ്മളിങ്ങനെ പറന്നു പോകും. ഒരു രീതിയിലുള്ള നല്ല കാറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്
ഇത് തലമുടിയിൽ എണ്ണയൊക്കെ തേച്ച്, ചേട്ടൻ തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടുണ്ടായില്ല, ഞാൻ തേച്ചിട്ട് ബാക്കി ചേട്ടൻ്റെ തലയൊന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നല്ല കാറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോൾ എവിടെയും പോകുന്നില്ലല്ലോ, ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാൻ ഇപ്പോൾ വളരെ റിലാക്സ് ആയിട്ട് ഞാനിപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും വീട്ടിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്തൊരു മനസ്സിനകത്തൊരു കാര്യങ്ങളൊക്കെ വരാറുണ്ട്, എങ്കിലും ഇപ്പോൾ ഇച്ചിരി റിലാക്സ് ആണ്. ഉടനെ പറഞ്ഞു നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് കോവളം വരെ പോയാലൊന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പം എന്തായാലും കുറേ ദിവസമായി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ എന്താ അരിയൊക്കെ വെള്ളത്തിലിട്ടു, അല്ല ഗ്രൈൻഡറിലോട്ട് ഇട്ടു കേട്ടോ. ഗ്രൈൻഡറിലിട്ടതിന് ശേഷം ഞാൻ പിന്നെ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. ചേട്ടൻ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഗ്രോ ബാഗ് സംഭവം ഉണ്ടായിരുന്നു, 3-4 ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വെച്ച് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ തന്നെയാണ് മണ്ണും ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ മുമ്പ് ഞാൻ വാങ്ങിച്ച ഇത് റോസ നമ്മുടെ മുറ്റത്ത് തന്നെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ തന്നെയാണ് അതിനും സഹായിച്ചത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞു തന്നെ കേട്ടോ. അതെനിക്കത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെടി എപ്പോഴും തറയിൽ നടുന്നതാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ 2 ദിവസം വെള്ളം ഒഴിച്ചില്ല എങ്കിൽ പോയി നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ചെടി ചട്ടിയിലോ കവറിലോ ഒക്കെ നടുന്നതാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പോലും വെള്ളം ഒഴിച്ചില്ല എങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെടിയെല്ലാം നട്ടുപിടിപ്പിച്ച ആ ഒരു സമയത്ത് തന്നെ അരിയെല്ലാം അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമെല്ലാം എടുത്തു വെച്ചു. ഞാൻ പിന്നെ ഉണ്ടാക്കി കേട്ടോ. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. ബാക്കിയൊക്കെ ചേട്ടനാണ് കേട്ടോ നോക്കിയത്. വന്നിട്ട് പിന്നീട് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇതിപ്പോൾ ചേട്ടൻ്റെ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. ആ സമൂസയും ബോണ്ടയൊക്കെ കേട്ടോ. അതും കഴിച്ചതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടെ പെട്ടെന്ന് തന്നെ കോവളത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ അതിനും തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ ഞാനിത് പട്ടിക്കുട്ടിയുടെ ആ ഒരു ഇമോജിയൊക്കെ എൻ്റെ മുഖത്ത് വെച്ചപ്പോൾ മിക്കുനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനും ബൗ എന്ന് പറയുമ്പോൾ അവനും അത് തന്നെ നോക്കി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം വരെ അവനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നീട് ഞാനും ചേട്ടനും കൂടെ കോവളത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. ഇവിടെ വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായിരുന്നു കേട്ടോ അവിടുത്തെ കാറ്റ്. ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ചായയൊക്കെ വീട്ടിൽ നിന്ന് കുടിച്ചത് കൊണ്ട് തന്നെ ചൂടുള്ള ഒന്നും തന്നെ ഞാൻ പുറത്ത് പോയപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തപ്പോൾ അതെല്ലാം കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഒരുപാടായിട്ട് ഉൾപ്പെടുത്താനായിട്ടും എനിക്ക് പറ്റാത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ചെറിയ വ്ളോഗായിട്ട് ഞാനിപ്പോൾ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഉണ്ടായിരിക്കണം. കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ എന്ത് വേണമെങ്കിൽ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.